എത്തണ്ണിയാളെ കാട്ടണ് നേരം പൊൾക്കുമ്പോൾ തിരിച്ചു കൂട്ടാൻ വേണ്ടി നോക്കുമ്പോൾ വറകില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പം 2 കൊള്ളിയാണ് കൊത്തിയെടുക്കട്ടെ എന്നാണ് വിചാരിച്ചു. മട്ടലൊക്കെ ചീന്തിട്ടിക്കണ്. അതിപ്പോൾ ഇന്നലത്തെ മയിൽ ഒക്കെ നനഞ്ഞും ചെയ്തിക്കണ്. ഇനിയിപ്പോൾ ഒരു വെയിലൊക്കെ ഉണ്ട് അറിച്ച് ഒന്നും കൂടി ഒന്ന് ഉണങ്ങി സെറ്റായിട്ട് വേണം. അപ്പം മഴ കൊള്ളാത്തോടത്തൊരു കൊള്ളി വറക് ഇതാക്കണ വെച്ചിനി കേട്ടോ. ഒന്നൊന്നല്ല 3-4 ഇനി. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഞാൻ കൊത്തി കീറീനി. പിന്നെ ഇപ്പോൾ അതിൽ ബാക്കിയുള്ളതാണ്. അപ്പം ഇന്ന് നമുക്ക് തിരിച്ചു കൂട്ടാനുള്ള വറകാണ്. ഇപ്പം ഇന്ന് ഞാൻ കൊത്തി ഉണ്ടാക്കിക്കണം കേട്ടോ. കജുമ്പോൾ നമുക്ക് പിന്നെയും കൊത്തി ഉണ്ടാക്കാം. അപ്പോളേ നമ്മളെ വീഡിയോ ലെങ്ത്തുള്ള കുറച്ച് വീഡിയോ ഉണ്ട്. ഇത് ഷോർട്ടല്ലേ. ഫുൾ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തിരിക്കണ ലിങ്ക് അതിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നാൽ നമ്മളെ വീഡിയോസൊക്കെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ പോയി കാണാൻ മറക്കരുത് കേട്ടോ. കണ്ടാൽ മാത്രം പോരാ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ചായക്ക് കടി ചീയപ്പേനി. പിന്നെ നല്ലൊരു അടിപൊളി സമ്മന്തിയാണ് കേട്ടോ. മാങ്ങയും തേങ്ങയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ജീരുള്ളിയൊക്കെ പാടെ വാട്ടിണ്ടാക്കിയ ഒരു സമ്മന്തി ഉണ്ട്. ഈ ഒരു സമ്മന്തി മക്കളെ ഒരു 1-1.5 സമ്മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ്റിനൊക്കെ തണിയും തീമട്ടിനി. നമ്മളെ ചോറ്റിൻ്റെ വെള്ളമൊക്കെ തിളച്ചപ്പം അരിയും ചോറും ഒപ്പം കേകിയിട്ടിക്കണം കേട്ടോ. അപ്പം ചോറും അരിയൊക്കെ കേകി ഒപ്പിട്ടാൽ വേഗേറൂല. അതെന്താണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കണ്ടി എന്താണ് എന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് പൈതലും കണ്ടേനി. അതൊന്ന് വട്ടത്തിൽ കുനുകുനാക്കി അരിഞ്ഞിട്ട് അതും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ കുട്ടിക്ക് കടയിലേക്ക് പോകുമ്പം ചോറ് കൊണ്ടുപോകണം. അങ്ങനെ ചോറൊക്കെ ഊറ്റി ഞാനൊരു പാത്രത്തിൽ ഇട്ടെടുത്തുക്കണം. പിന്നെ നമ്മളെ വൈതലങ്ങയൊക്കെ പൊരിച്ചതും ഓന് ചോറ് ഞാൻ അട്ടിപ്പാത്രത്തിലാക്കി ലേശം സമ്മന്തി ഇട്ടു. കുറച്ച് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കി. പിന്നെ കുറച്ച് വൈതലങ്ങയും പാടെ ഇട്ട് സെറ്റാക്കി. ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ചോറ്റും പാത്രം അതോ കൂട്ടാൻ പാത്രം. ചോറും കൂട്ടാനും ഒപ്പം കൂടിയതാണ്. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇതാക്കണേ പറപ്പെട്ടിക്കണേ. നമ്മളെ ആശിനിയും കണ്ടിട്ടോ കല്യാണത്തിന്. ആശിനിയും നമ്മളെ ലാമിക്കുട്ടിനെയും കണ്ടിക്കണേ. അപ്പോൾ അതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കല്യാണത്തിനായപ്പം നമുക്ക് ഒരു തുള്ളി പൗഡർ കജ്ജിക്കൺ തട്ടും അതാണ്ട് ഇടും. അത് മോത്താണ്ട് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഐലൈനർ ഇടും. അതന്നെ നമ്മളെ മേക്കപ്പ് ഇട്ടോ. അല്ലാതെ എല്ലാവരും എല്ലാവരും തേക്കണ മാതിരി പൊട്ടിയും കുട്ടിയൊന്നും നമ്മൾ ഇടലില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കണ ഇതാക്കണ നമ്മളെ ആശിയും ലാമിക്കുട്ടിയും നമ്മളെ മക്കളും. അപ്പം ഫുൾ വീഡിയോ ചാനലുണ്ട്, പോയി കാണാൻ മറക്കരുത്.